Hello, welcome to Rich Chart Talks. Hi everyone, it's me Rahul. Welcome to Rich Chart Talks. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു ഇന്നലത്തെ ആ ഒരു നമ്മുടെ മാർക്കറ്റ് അനാലിസിസും പിന്നെ നമ്മുടെ നിഫ്റ്റിയുടെ വ്യൂ ഏകദേശം ഇന്നലെ പെർഫെക്റ്റ് ആയിരുന്നു എന്ന് തോന്നുന്നു അല്ലേ. സോ നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ കണ്ടവർക്ക് അറിയാലോ, ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ഈ ഒരു അതായത് ഇന്നലെ യെസ്റ്റർഡേ ആ ഒരു ചെറിയ ഫാൾ കഴിഞ്ഞിട്ട് ഇതൊരു ന്യൂസ് ബേസ് ഫാളായിരുന്നു. ഓക്കെ, എക്സ്പയറി ഡേയിൽ ചൊവ്വാഴ്ച നിഫ്റ്റിയുടെ ഈ ഒരു ന്യൂസ് ബേസ് ഫാളായിരുന്നു ആക്ച്വലി. കാരണം മാർക്കറ്റ് അപ് ട്രെൻഡിലാണ്. ഓക്കെ, നമുക്ക് ഡയറക്ഷൻ നമുക്ക് കണ്ടാൽ മനസ്സിലാവും. സോ ഈ ഒരു ഫാൾ കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ബുള്ളിഷ് എൻഗൾഫിങ്. ഓക്കെ, ബുള്ളിഷ് എൻഗൾഫിങ് എന്ന് പറഞ്ഞാൽ ഒരു ചുവന്ന ക്യാൻഡിലിനെ ഒരു ഗ്രീൻ ക്യാൻഡിൽ കംപ്ലീറ്റ്ലി കവർ ചെയ്യുന്ന ഒരു ചാർട്ട് പാറ്റേണിൻ്റെ പേരാണ് ബുള്ളിഷ് എൻഗൾഫിങ്. ഓക്കെ, ബുള്ളിഷ് എൻഗൾഫിങ് ഉണ്ടാക്കിയിട്ട് ഈ ഒരു ലോയിൽ നിന്ന് ബുള്ളിഷ് എൻഗൾഫിങ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ക്യാൻഡിൽ വന്നിട്ട് നിഫ്റ്റി ഏകദേശം ഈ ഒരു ഏരിയയിൽ ക്ലോസ് ചെയ്യായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. സോ നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് അനാലിസിസിൽ നമ്മൾ ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 25,200 മുകളിലൊരു ക്ലോസ് തരികയാണെങ്കിൽ മാർക്കറ്റ് അപ്പ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതായത് 25,300 അതിൻ്റെ അബോവ് 350 ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതല്ല, നമുക്ക് ഇന്നലത്തെ വ്യൂ നമ്മുടെ എന്തായിരുന്നു, ഇതിൻ്റെ മുകളിലോട്ട് 25,200 മുകളിലോട്ട് ഒരു വോളിയത്തോട് ക്ലോസ് ചെയ്തിട്ട് ഒരു വ്യൂ ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ 25,200 മുകളിൽ വരികയാണെങ്കിൽ മുകളിലോട്ട് പോകും. ഓക്കെ, ആ ഒരു മൂവ്മെൻറ്റ് തന്നെയാണ് ഇന്നലെ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ താഴോട്ടുള്ള വ്യൂവും നമ്മുടെ വ്യൂ എന്തായിരുന്നു വെച്ചാൽ നമ്മൾ ഒരുമിച്ച് അനലൈസ് ചെയ്ത വ്യൂ എന്താണെന്ന് വെച്ചാൽ 25,100 താഴെ ഒരു ക്ലോസ് തരികയാണെങ്കിൽ നമുക്ക് താഴോട്ടുള്ള 25,000 വരെയുള്ള, അതായത് ഒരു 100 പോയിൻറ്റ്സിനുള്ള താഴോട്ടുള്ള മൂവ്മെൻറ്റ്സും നമ്മൾ ഇന്നലെ അനാലിസിസ് ചെയ്യുമ്പം എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ. സോ നമുക്ക് ഈ മാർക്കറ്റ് ഇപ്പം 25,300 എന്ന ഒരു സ്ട്രോങ് ഒരു സൈക്കോളജിക്കൽ ഏരിയ എന്ന് തന്നെ പറയാം. 25,300 മുകളിൽ മാർക്കറ്റ് നല്ലൊരു ക്ലോസ് വന്നിട്ടുണ്ട്. ഇറ്റ്സ് വെരി ഗുഡ് വിത്ത് വോളിയം അല്ലേ. നല്ല വോളിയത്തോടു കൂടി മാർക്കറ്റ് അത് കഴിഞ്ഞിട്ട് അവിടെ പിടിച്ച് നിൽക്കാൻ നല്ലോണം ശ്രമിച്ചു. താഴോട്ട് ബിയേഴ്സ് അതായത് സെല്ലേഴ്സ് കൊണ്ടുപോകാൻ മാർക്കറ്റിനെ നല്ലോണം ശ്രമിച്ചു. ബട്ട് അതിൽ ബുൾസ് അവിടെ വിൻ ചെയ്തിട്ട് മാർക്കറ്റിനെ പിന്നെ മുകളിലോട്ട് കൊണ്ടുപോയി. നല്ല വോളിയത്തോടു കൂടി തന്നെ മുകളിലോട്ട് കൊണ്ടുപോയി. ഓരോ വട്ടം മാർക്കറ്റ് മുകളിലോട്ട് പുൾ ചെയ്യുമ്പോഴും നമ്മൾ ക്യാൻഡിൽസിനെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആക്ച്വലി ക്യാൻഡിൽസ് നമ്മൾ അതായത് പ്രൈസ് ആക്ഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ പ്രൈസ് ആക്ഷനെ കുറിച്ച് അറിയുന്നവർക്കത് മനസ്സിലാവും. ഈ ഇന്നത്തെ ഫസ്റ്റ് മൂവ്മെൻറ്റ് തന്നെ ഫസ്റ്റ് ക്യാൻഡിലാണ് നിങ്ങൾ നോക്കി അറിയാം. ഏകദേശം ഒരു ഹെവി വോളിയത്തോടു കൂടി തന്നെയാണ് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയത്. തിരിച്ച് വന്നിട്ട് ഒന്ന് താഴോട്ട് ഇറങ്ങാൻ ശ്രമിച്ചു. എന്നിട്ട് തിരിച്ച് ആ മാർക്കറ്റ് മുകളിലോട്ട് പോയത് തന്നെ നോക്കിയാൽ കാണാം. ഈ ഒരു ഏകദേശം ഈ രണ്ട് റെഡ് ക്യാൻഡിലിനെയും ഫുള്ളി കവർ ചെയ്തുകൊണ്ടാണ്. ഏകദേശം ഈ ഒരു ക്യാൻഡിൽ ഫുള്ളി കവർ, ഈ ക്യാൻഡിലിൻ്റെ ഏകദേശം ഓപ്പണിൻ്റെ അടുത്താണ് വന്ന് ക്ലോസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്ത് പോയി നേരെ ഒറ്റ സ്ട്രെച്ചിൽ തന്നെ 25,300 മുകളിൽ ഏകദേശം ഒരു 60-70 പോയിൻറ്റ്സ് മൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് അവിടെ കൺസോളിഡേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത മൂവ്മെൻറ്റ് അതായത് 25,360 എന്ന ഒരു ടാർഗറ്റ്. ഓക്കെ, അതായത് ആ ടാർഗറ്റ് നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ജസ്റ്റ് ബാക്കോട്ടൊന്ന് സ്ക്രോൾ ചെയ്താൽ ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു ഏരിയ മാർക്കറ്റ് ഇതിൻ്റെ മുന്നേയും അതായത് താഴോട്ട് വീഴുന്ന സമയത്ത് മാർക്കറ്റ് ഇത് മുകളിലോട്ട് കയറാൻ ശ്രമിച്ച ഒരു ഏരിയയാണ്. അവിടെ നിന്നാണ് പക്ഷെ ഏകദേശം 1-2 മണിക്കൂർ ഇവിടെ മാർക്കറ്റ് സ്പെൻഡ് ചെയ്തു മുകളിലോട്ട് കയറാൻ വേണ്ടി. പക്ഷെ അവിടെ ബിയേഴ്സാണ് ടേക്ക് കൺട്രോൾ ചെയ്തിട്ട് മാർക്കറ്റിനെ താഴോട്ട് കൊണ്ടുപോയിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ഇന്നും മാർക്കറ്റ് വന്നിട്ട് നിന്നിട്ടുള്ളത്. ഓക്കെ, നമുക്ക് പ്രീവിയസ് ആയിട്ടുള്ള റെസിസ്റ്റൻസും സപ്പോർട്ടും അത് സ്ട്രോങ് ആണെങ്കിൽ ഫ്യൂച്ചറിലും അത് യൂസ് ആവും എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഇവിടെ ഉള്ളത്. കാരണം മുന്നേ മാർക്കറ്റ് വന്ന് നിന്ന സ്ഥലങ്ങളെല്ലാം മാർക്കറ്റ് പിന്നെ റെസ്പെക്റ്റ് ചെയ്യും. ഓക്കെ, അതായത് 2025 സെപ്റ്റംബർ ഒരു മാസം മുന്നേ നമ്മളിവിടെ ഒന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. സെയിം സ്ഥലത്താണ് ടാർഗറ്റ് ഇവിടെ വന്നിട്ട് മാർക്കറ്റ് നിന്നിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റ് കംപ്ലീറ്റ്ലി ഒരു വി ഷേപ്പ് റിക്കവറിയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് മാർക്കറ്റ് നേരെ പുഷ് ചെയ്ത് മുന്നോട്ട് പോവുക ചെയ്തത്. സോ നമുക്ക് നാളത്തെ ട്രേഡിംഗ് പ്ലാൻ സിമ്പിളാണ്. വലുതായിട്ട് ഒബ്വിയസ്ലി നമ്മുടെ ബയേഴ്സ് ബുള്ളിഷ് തന്നെ ആയിരിക്കും മാർക്കറ്റ്.
അതായത് ഈ ഏരിയ നമ്മൾ എന്തെങ്കിലും ട്രേഡ് ചെയ്തില്ല 25,360 ഈ 360യുടെ മുകളിൽ ഒരു നല്ല സ്ട്രോങ് വോളിയത്തിൽ ഒരു ക്ലോസ് തരികയാണെങ്കിൽ നമ്മൾ ചാടി ട്രേഡ് എടുക്കത്തില്ല. ഒന്ന് ഇന്ന് വെയിറ്റ് ചെയ്ത പോലെ തന്നെ ജസ്റ്റ് റിവേഴ്സൽ ഉണ്ടാവാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു നല്ലൊരു പുൾ ബാക്ക് തരികയാണെങ്കിൽ ഡിപ്പെൻഡ് അപ്പോൺ ക്യാൻഡിലാണ്. ക്യാൻഡിൽ ഫുള്ളി അതായത് ഓപ്പൺ ഇസിക്കൽ ടു ലോ ഹൈ ഇസിക്കൽ ടു ക്ലോസ് അങ്ങനെ ഒരു ക്യാൻഡിലൊക്കെ ആണെങ്കിൽ നമ്മൾ നോക്കണം ക്യാൻഡിലെ സൈസ് ക്യാൻഡിലെ രീതി വെച്ചിട്ട് വേണം നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതല്ല നമുക്ക് ഇതേപോലെ ഒരു വിക്കൊക്കെ ആയിട്ടുള്ള ഒരു കൺഫ്യൂഷൻ ക്യാൻഡിൽ പോലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുന്നുണ്ടോയെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാൻ. അല്ലെങ്കിൽ ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു ഇഷ്യൂ ആണ്. നമ്മൾ സ്റ്റോപ്പ് ലോസിന് മുന്നേ തന്നെ നമ്മൾ ഒരു 2 ക്യാൻഡിൽ താഴോട്ട് വരുമ്പോൾ ചാടി ഇറങ്ങുക. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് നിങ്ങളുടെ ആ ഒരു റിസ്ക് റിവാർഡ് നിങ്ങൾ ആദ്യം മാനേജ് ചെയ്തിട്ട് വേണം ട്രേഡിൽ കയറാൻ വേണ്ടിയിട്ട്. അങ്ങനെ 350 ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 450 പക്ക ടാർഗറ്റാണ്. ഇതിൻ്റെ മുകളിൽ 450 വരെ ഒരു കംപ്ലീറ്റ്, അതായത് ഇതിനിടയ്ക്ക് ഒരു ബസ് സ്റ്റോപ്പ് ഇല്ല. ഓക്കെ, നേരെ 450 പോയിട്ട് മാർക്കറ്റ് നിൽക്കാനുള്ള ചാൻസ് ഉള്ളത്. അതായത് ഒരു 100 പോയിൻറ്റ്സ് ഇവിടുന്ന് മാർക്കറ്റ് പിന്നെയും പോകാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ഓക്കെ, അതല്ല മാർക്കറ്റ് നാളെ ഇന്നൊരു 2 ദിവസമായിട്ട് മാർക്കറ്റ് ട്രെൻഡിങ് മൂവ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ മാർക്കറ്റ് നാളെ ഇവിടെ കൺസോൾട്ടേറ്റ് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഓക്കെ, അതായത് നാളെ തേഴ്സ്ഡേ എക്സ്പയറിയും കൂടിയാണ്. ആരുടെ സെൻസെക്സിൻ്റെ നാളെ എക്സ്പയറി ഡേയും കൂടിയാണ്. സോ അതനുസരിച്ച് വോൾട്ടാലിറ്റി മാർക്കറ്റിലുണ്ടാവും. ചിലപ്പം താഴോട്ടും മുകളോട്ടും നാളെ മാർക്കറ്റ് പമ്പ് ചെയ്യും. സോ അത് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, എങ്ങോട്ട് ട്രേഡ് ചെയ്യുകയാണെങ്കിലും പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് ട്രേഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇതിൻ്റെ ഉള്ളിൽ മാർക്കറ്റ് നാളെ കൺസോൾട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ എൻട്രി എടുക്കരുത്. അതല്ല ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പ്രോപ്പർ വോളിയം കൺഫർമേഷൻ നോക്കിയിട്ട് 25,200 വരെ നമുക്ക് ഒരു എൻട്രി 220. ഓക്കെ, 220 ഈ ഒരു ഹൈ വരെ നമുക്ക്, അതായത് ഇന്നത്തെ ഈ മാർക്കറ്റ് വന്ന് സപ്പോർട്ട് ചെയ്ത് പോയ വരെ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു 40-50 പോയിന്റ് ട്രേഡ് ചെയ്യാം. അത് നിങ്ങളുടെ കയ്യിലാണ്. അല്ലെങ്കിൽ ബൈ ഓൺ ദി ഡിപ്പ് തന്നെ അത് ഔട്ട് വരികയാണെങ്കിൽ അത് ചാടി ട്രേഡ് ചെയ്യാതെ തിരിച്ച് മുകളിലോട്ട് പോകുന്ന ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി നോക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതായിരിക്കും. ഓക്കെ, ട്രെൻഡിൻ്റെ അഗെയിൻസ്റ്റ് ട്രേഡ് ചെയ്യുന്നത് എപ്പോഴും ലോസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ അതെല്ലാം മാർക്കറ്റ് 360 അബോവ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല ട്രേഡ്. അല്ലെങ്കിൽ താഴോട്ട് വരികയാണെങ്കിൽ അത് നിങ്ങളുടെ ഐഡിയ വെച്ചിട്ട് ചെയ്യാം. ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴോട്ട് 220 വരെയൊക്കെ ട്രേഡ് ചെയ്യാം. ഓക്കെ, സോ ഞാനാണെങ്കിൽ താഴോട്ട് ട്രേഡ് എടുക്കാനുള്ള ചാൻസ് വളരെ കുറവായിരിക്കും. താഴോട്ട് വരികയാണെങ്കിൽ തന്നെ തിരിച്ച് മുകളോട്ടുള്ളൊരു എൻട്രിക്ക് ഇതേപോലൊരു എൻട്രിക്ക് ആയിരിക്കും ഞാനും വെയിറ്റ് ചെയ്യുക. ഓക്കെ, അഥവാ താഴോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ മുകളോട്ട് നല്ലൊരു പ്രൈസ് ആക്ഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് മുകളോട്ടാണ് കൂടുതൽ ട്രേഡ്, കാരണം മുകളോട്ടാണെങ്കിൽ ടാർഗറ്റ് നമുക്ക് കൂടുതൽ ഉണ്ടാവുക. സോ അതിനുള്ള പ്ലാൻ ആയിരിക്കും ഉണ്ടാക്കുന്നത്. സോ അതല്ല ഇതിൻ്റെ മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,360 50ക്ക് മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 25,450 വരെ നമുക്ക് ടാർഗറ്റ് ഉണ്ടായിരിക്കും. സോ അതല്ല ഈ ഏരിയ, അതായത് നമുക്ക് ഡൗൺ മൂവ്മെൻറ്റ് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഡൗൺ വരണമെങ്കിൽ ഇനി നമുക്ക് ഈ സ്വിങ് ലോ ആയിട്ടുള്ള ഈ സ്വിങ് ലോ ഇത് നാളെ വന്ന് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഡൗണിലോട്ടൊരു കറക്റ്റ് വ്യൂ വരത്തുള്ളൂ. അതുവരെ ഇതിൻ്റെ മുകളിലാണെങ്കിൽ മാർക്കറ്റ് നമുക്ക് അപ്പ് തന്നെ ആയിരിക്കും. ഓക്കെ, സോ ഇതിൻ്റെ പുറകിൽ നമ്മുടെ AI വഴി ചെയ്യുന്ന വീഡിയോ ഇടുന്നതായിരിക്കും. അത് കാണുന്നവർക്ക് ഇത് കഴിഞ്ഞിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ അത് കാണാം നിങ്ങൾക്ക്. സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ് മൈ ചാനൽ. താങ്ക് യു.